ഉദ്ഘാടന ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമൊക്കെ നേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ NSS കോർഡിനേറ്റർ എല്ലാ ഈ പ്രോഗ്രാമുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ മറ്റു അധ്യാപകര് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ മഞ്ജു ടീച്ചറിനെ വിളിക്കുന്നു. പ്രിയപ്പെട്ട NSS അംഗങ്ങളെ, പ്രവർത്തകരെ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. എന്നാലും ഭക്ഷണം ശരിക്കും ഔഷധമാണ്. അതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ പഴയ ആളുകൾ ഉണ്ടാക്കിയിരുന്നതെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരുന്ന, നമ്മുടെ ശരീരപ്രകൃതിക്ക് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷെ കാലം മാറിയപ്പോൾ നമ്മൾ കുറേ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി. ആ പരീക്ഷണങ്ങൾ നമുക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പുതിയ തലമുറ, അതായത് ബർഗറും മറ്റ് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ പുതിയ ഭക്ഷണം മോശമാണെന്നല്ല, അല്ലെങ്കിൽ പുതിയ രീതികൾ മോശമാണെന്നൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതായിരുന്നു. അന്ന് നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം ഒരു സാമ്പത്തിക ബാധ്യതയാവാതെ ഒരു സമൂഹം നടന്നിരുന്ന കാര്യങ്ങളാണ് എന്ന് അറിയുന്നത് നല്ലതാണ്. പക്ഷെ ഇന്നത്തെ ഭക്ഷണത്തിൽ നമ്മളൊക്കെ ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഹൈ പ്രൊഫൈൽ ജോബ് തേടേണ്ടി വരും. ആ ജോബ് പക്ഷെ ആശുപത്രിയിൽ നമുക്ക് തീർക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നൊന്ന് അറിയുന്നത് നല്ലതാണ്. ഭക്ഷണം എപ്പോഴും മനസ്സിലാക്കാൻ ആവശ്യത്തിന് മാത്രമേ കഴിക്കാവൂ. അമിതമായി കഴിക്കരുത്. രുചിയുടെ പിന്നാലെ പോകരുത് എന്ന് മാത്രം പറയുന്നു. എല്ലാ ആശംസകളും. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രിൻസിപ്പൾ മഞ്ജു ടീച്ചർ ഒരല്പം രുചിച്ചു നോക്കി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കൂടുതൽ ആശംസകളും കാര്യമില്ല. എന്തായാലും ഞാൻ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പുതിയ ആശയമാണ്. ടീച്ചേഴ്സ് എല്ലാവരും ടീച്ചറും സാറും കൂടിയാണ് അതിൻ്റെ ആശയങ്ങൾ നമുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ലൈസൻസ് ടീച്ചറും അതുപോലെ നമ്മുടെ മിസ്സിൻ്റെ ടീച്ചറൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഇതാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. NSSന്റെ വോളണ്ടിയേഴ്സാണ് എല്ലാവരും. ഒരാൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി 50 പേര് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോട്ട് മീ ബട്ട് യു എന്ന് പറയുന്ന രീതിയിൽ എല്ലാ കാര്യവും പറയുമ്പോഴേക്കും ഓടിച്ചാടി ചെയ്യാനും നല്ല ആക്റ്റീവായിട്ട് ചെയ്യാനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ. പരീക്ഷ വരും, ബാക്കിയുള്ള എല്ലാം ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. അവരെല്ലാം നല്ല ഉഷാറായിട്ട് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഉണ്ടാവണം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ എല്ലാ പരീക്ഷയും എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എങ്ങനെയായിരുന്നു പാഠം? എന്തായാലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇല്ലാതെ എന്തായാലും എന്ത് ചെയ്യില്ല, പാചകം ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇവിടെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരുമെന്നുള്ളത്. നമ്മളൊരു ചെറിയ പ്രോഗ്രാമാണ്. എല്ലാവരും നല്ല ആവശ്യപൂർവ്വം പങ്കെടുക്കും. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ നന്നായിട്ടുണ്ട്. ഈ കാര്യം ഞാൻ ഇതിനോട് പറഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ ഇങ്ങനൊരു പരിപാടി നേരത്തെ
என் பக்கம் போனவள தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை பேர கேட்க தோணவில்லை எனக்கோ தீர என்ன தூண்ட நெஞ்சோம் தூக்கத்துல உசிரிப்பு மாறவில்லை நாளை பார்த்து மேளம் துள்ள என் பக்கம் போனவன தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை பேர கேட்க தோணவில்லை திக்கு மனமே போட்ட திட்டமா பாதம் தாளம் போட என் பால நீ பேச லைட்டா ஆசை கூட வாசம் வீசும் காத்த தேட ஆழம் கூடிட மேகம் தூவிட நீ பேச லைட்டா ஆசை கூட வாசம் வீசும் தேட ஓரம் சாஞ்சிட தேகம் சேரிட ஆலோலோ ஆளும் தூவாயனும் தூவும் கேளாமல் கேட்டாலும் இன்னும் என்னாகும் ஆலோலோ ஆளும் தூவாயனும் தூவும் கேளாமல் கேட்டாலும் இன்னும் என்னாகும் சேராமல் சேரும் தீராமல் தீரும் மோதாமல் மீண்டோடும் மீண்டோடும் என் பக்கம் போனவள தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை பேர கேட்க தோணவில்லை எனக்கும் தீர என்ன தூண்ட நெஞ்சோம் தூக்கத்துல சிரிப்பு மாறவில்லை நாளை பார்த்து மேளம் துள்ள பேச லைட்டா ஆசை கூட வாசம் வீசும் காத்த தேட ஆழம் கூடிட மேகம் தூவிட நீ பேச லைட்டா ஆசை கூட வாசம் வீசும் தேட ஓரம் சாஞ்சிட தேகம் சேர்ந்திட मनी साहिब जी जाने हैं सब जी फिर भी बनाए बहाने नरना नवाबी जी देखे हैं सब जी फिर भी न समझे इशारे नरना नवाबी जी न समझे इशारे
तेरी खुद अर्जी कैसे ठोर टिके ना पाऊं कैसे तेरी खुद अर्जी ना धूप चले ना छाऊं कैसे तेरी खुद अर्जी कैसे ठोर टिके ना पाऊं बन गया अपना पैगंबर कर लिया तू साथ समंदर फिर भी सूखा मन के अंदर क्यों रहेगा So